ഹിന്ദു പുരാണങ്ങളിലും ബുദ്ധപുരാണങ്ങളിലും ഈ പർവ്വതത്തിനുള്ള സ്ഥാനം വളരെ ഏറെയാണ്. പൊതുവെ പരമശിവന്റെ അധിവാസ സ്ഥാനമായിട്ടാണ് ഇത് ഇത്രയേറെ ശ്രദ്ധേയമാവുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് എത്തിപ്പെടാനാവാത്ത ഈശ്വര സങ്കേതമായിരുന്നു കൈലാസം. ഇന്ന് പല മാർഗങ്ങളിലൂടെ കൈലാസ സമീപം എത്താം. ധാരാളം അന്വേഷകരും വിശ്വാസികളും ഇപ്പോൾ കൈലാസ ദർശനം നടത്തുന്നുണ്ട്. ടിബറ്റ് ചൈനയുടെ അധീനതയിലായതു മുതൽ ചൈന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാം നടക്കുന്നത്. നാം കൈലാസമെന്നും ടിബറ്റ് പുരാണങ്ങളിൽ കങ്ക്രിങ് പോച്ചെ എന്നും അറിയപ്പെടുന്ന കൈലാസം സമുദ്രനിരപ്പിൽ നിന്നും 23,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യും. ചുറ്റളവ് ഏതാണ്ട് 30 നാഴിക അഥവാ 72 കിലോമീറ്റർ. ഏകദേശം പിരമിഡ് ആകൃതിയിലാണ് കൈലാസം കാണപ്പെടുന്നത്. സദാ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഗിരിശൃംഗത്തിൽ സൂര്യപ്രഭ ഏൽക്കുമ്പോൾ സ്വർണ്ണ നിറം അണിയും. അതുകൊണ്ട് തന്നെ ഈ ഗിരിക്ക് രജതഗിരി എന്നും പേരുണ്ട്. കൈലാസഗിരിയുടെ ഒരു ഭാഗത്ത് താഴെ മുതൽ മുകൾ വരെ മഞ്ഞു മാറിയ പടിക്കെട്ടുകൾ പോലെ ഒരു ദൃശ്യമുണ്ട്. അത് ഗിരിശൃംഗത്തിൽ കയറിയിറങ്ങാനുള്ള പടികളായി തോന്നുമെങ്കിലും ഇതുവരെ ആരും കൈലാസ ശൃംഗത്തിൽ കയറിയതായി അറിവായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ അതിലും ഉയരം കുറഞ്ഞ ഈ പർവ്വതം ആരും കീഴടക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ പല കഥകളും പ്രചാരത്തിലുണ്ട്. അതിൽ പ്രധാനം പർവ്വതാരോഹണത്തിന് തയ്യാറായിട്ടുള്ളവരുടെ തിക്താനുഭവങ്ങളാണ്. വളരെ വേഗത്തിൽ ആളിന് പ്രായം കൂടുകയും മുടികളും നഖങ്ങളും പ്രത്യക്ഷത്തിൽ നീണ്ടുവരികയും ചെയ്യുമത്രേ. അതൊക്കെ എന്തുമാകട്ടെ, കൈലാസശൈലത്തിന്റെ 4 ഭാഗത്തും ഓരോ ആശ്രമങ്ങൾ അഥവാ ഗുമ്മകൾ ഉണ്ട്. പടിഞ്ഞാറ് ചുക്കു, വടക്ക് ഡിറഫൂക്ക്, കിഴക്ക് ചുന്തൂൽ ഫൂക്ക്, തെക്ക് ഗംഡ എന്നിവയാണവ. ബെർച്ചൻ എന്ന താഴ്വരയാണ് കൈലാസത്തിന്റെ ബേസ് ക്യാമ്പായി ഉപയോഗിക്കുന്നത്. ഭസ്മാസുര നിഗ്രഹസ്ഥാനമായ തീർത്ഥാപുരിയും പാർവതീദേവി പതിവായി കുളിക്കാറുള്ള ഗൗരി കുണ്ടും കൈലാസത്തിന് ഏറെക്കുറെ സമീപത്താണ്. ശ്രീനഗറിൽ നിന്നും കൈലാസത്തിലേക്കുള്ള ദൂരം 600 നാഴികയാണ്, ഏതാണ്ട് 1440 കിലോമീറ്റർ. സിംലയിൽ നിന്നും 440 നാഴിക, 1056 കിലോമീറ്റർ. ഗിരിനിരകളാലും ശൃംഗങ്ങളാലും നിബിഡമാണല്ലോ ഹിമാലയം. ഈ ഗിരിനിരകളിൽ നിന്നെല്ലാം എന്തുകൊണ്ടോ വ്യത്യസ്തമാകുന്നു കൈലാസഗിരി. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എന്തോ ഒരു അത്ഭുത വശ്യത അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രസാരണം ഈ ശൈലദർശനത്തിലൂടെ ഏതൊരാളും അനുഭവിക്കുന്നു എന്നതാണ് അതിൻ്റെ ചൈതന്യ സത്ത.